ഈ സ്മാർത്ത വിചാരത്തിൻ്റെ കഥ നമ്മൾ പറഞ്ഞു തുടങ്ങി. ഞായറാഴ്ച പറയാമെന്ന് പറഞ്ഞു, ബാക്കി രണ്ടാം ഭാഗം ഞായറാഴ്ച പറയാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് എന്നെ ചില ആളുകൾ വിളിച്ചിരുന്നു. ഇത് നമ്പൂതിരി സമുദായത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു അപഭ്രംശം, അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിങ്ങനെ പറഞ്ഞ് എതിരാളികൾക്ക് ആയുധമുണ്ടാക്കി കൊടുക്കണോ, അത് മോശമല്ലേ എന്ന് ചോദിച്ച ആളുകളുണ്ട്. പക്ഷേ ഞാനതിന് അവരോട് പറഞ്ഞു, മറ്റു തരത്തിലാണ് പറഞ്ഞത്. ഇത് ഈ വ്യഭിചാരം എന്ന് പറയുന്ന പ്രക്രിയ എല്ലായിടത്തും മനുഷ്യനുണ്ടായ കാലം മുതലുണ്ട്. ലോത്തിൻ്റെ കഥ ബൈബിളിലുണ്ട്. അതുമാത്രം പറഞ്ഞാൽ മതി, ഞാൻ ലോത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ വ്യഭിചാരം എന്ന് പറയുന്ന മനുഷ്യനുണ്ടായ കാലം മുതൽ ഈ ലോകത്തുള്ള ഏറ്റവും പഴക്കം ചെന്ന തൊഴിലാണ്. പിന്നെ തൊഴിലെന്ന നിലയിലല്ല, ഒരു സന്തോഷത്തിനും പ്ലഷറിനും സന്തോഷിപ്പിക്കാനും ഒക്കെ ഈ പ്രക്രിയ നടത്തുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിനെ അങ്ങനെ നെഗറ്റീവായിട്ട് കാണണ്ട. ഒരു സമുദായത്തിൽ ഇങ്ങനെ വഴിവഴച്ച് പോകുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു കറക്റ്റീവ് മെഷർ ഉണ്ടായിരുന്നു. ഇത് നമ്പൂതിരി സമുദായത്തിൽ ഇങ്ങനെ വഴിവഴച്ച് അനാശാസ്യമായ അബദ്ധ സഞ്ചാരം നടത്തുന്ന ആളുകളെ പുറന്തള്ളാനും ആ തൊഴിൽ അല്ലെങ്കിൽ ആ പ്രക്രിയ കൂടുതൽ വ്യാപിക്കാതിരിക്കാനും എടുത്ത ഒരു തടയിടൽ പരിപാടിയാണ് സ്മാർത്ത വിചാരം, അല്ലേ? അല്ലാതെ അതൊരു വ്യഭിചാരം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് സ്മാർത്ത വിചാരം നടന്നു, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ചില സ്ത്രീകൾ ഇങ്ങനെ വഴിവഴിച്ചു പോയി, അവരെ ഞങ്ങളുടെ സമുദായം ശിക്ഷിച്ചു എന്ന് പറയുന്നതിൽ ഒരാൾക്കും തലകുനിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഹിന്ദു സമുദായം മാത്രമേ, ഹിന്ദു മതത്തിൽ മാത്രമേ ഇങ്ങനൊരു പ്രക്രിയ ഉണ്ടായിരുന്നുള്ളൂ. വഴിപിഴയ്ക്കുന്ന ആളുകളെ സമുദായ ഭ്രഷ്ട് നടത്തി കൂടുതൽ വ്യഭിചാരം നടത്താൻ, അല്ലെങ്കിൽ ഈ സമുദായത്തിന് ചിത്തപ്പേരുണ്ടാകുന്ന പ്രക്രിയകളിൽ നിന്ന് തടയിടാൻ ശ്രമിച്ച ഒരു പ്രക്രിയയാണെന്ന് കണ്ടാൽ തലകുനിക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് ചോദിക്കാം, ഇത് സമുദായത്തിനെതിരെ ഉപയോഗിക്കുമെന്ന് പറയുന്നത് ചോദിക്കാം, നിങ്ങളുടെ സമുദായത്തിൽ ഈ പരിപാടി ഇല്ലേ, എന്ത് ചെയ്യാറുണ്ട് നിങ്ങൾ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഈ പറയുന്ന മറുചോദ്യങ്ങൾ നിന്നുപോകും, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ചരിത്രമാണ്, ചരിത്രത്തിലെ ഒരു തിരുത്തൽ പ്രക്രിയ കൂടിയാണ്. അങ്ങനെ പറയുമ്പോൾ ലജ്ജിക്കേണ്ട കാര്യമില്ല, അഭിമാനിക്കാം. ഞങ്ങൾ ഇങ്ങനെ സംഭവിച്ചതിനെ ചെറുത്തിട്ടുണ്ട്, തോൽപ്പിച്ചിട്ടുണ്ട്, പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയും നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് ഈ ഇന്ത്യ വിഭജനത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഈ രാജാക്കന്മാരുടെ ഇതുപോലത്തെ കാമകേളികളുണ്ടല്ലോ, ഇതൊക്കെ ബ്രിട്ടൻ അന്വേഷിച്ച് ആവശ്യത്തിന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഓരോ രാജാവിനെയും പറ്റിയിട്ട് ഫയലാക്കി വെച്ചിരുന്നു. ക്യാമറ ഇല്ലായിരുന്നല്ലോ. ഇത് മൗണ്ട് ബാറ്റൻ്റെ പ്രസ് സെക്രട്ടറി ഇത് അവരൊക്കെ മറ്റേ ഇതൊക്കെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷനൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഈ സ്മാർത്ത വിചാര രേഖയുണ്ടല്ലോ, പ്രത്യേകിച്ചും 1905 താത്രയുടെ, ഇതെന്തുകൊണ്ട് രാജാവ് നശിപ്പിച്ചില്ല? ഇത് ആർക്കൈവ്സിലുണ്ടല്ലോ, കൊച്ചി ആർക്കൈവ്സിലുണ്ട്. അദ്ദേഹം നശിപ്പിക്കാതിരുന്നത് തന്നെ ഇത് ഭാവിയിൽ ചർച്ച ചെയ്യട്ടെ, ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടായെങ്കിൽ അതിന് ചെറുക്കാനുള്ള മെക്കാനിസം ഉണ്ടായിരുന്നു എന്ന് കാണിക്കലാണ്. അതെ, ഇത് പത്രങ്ങളിലുമൊക്കെ ഇഷ്ടം പോലെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ താത്രിയുടെ കാര്യം ഇനിയും ധാരാളമായി പറയാനുണ്ട്. താത്രിയുടെ മൊഴി തന്നെയുണ്ട്. അന്ന് ഈ സ്ത്രീ പറയുന്നത് മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. ഈ താത്രിയുടെ കാര്യത്തിൽ ഇടയ്ക്ക് വലിയ ഈ നിയമപണ്ഡിതനായ ഭാഷ്യം അയ്യങ്കാർക്ക് രാജാവ് എഴുതുന്നൊക്കെ ഉണ്ട്. ഇത് പുലിവാലിലേക്ക് പോവുകയാണ് എന്ന് തോന്നിയ സമയത്ത് എന്താണ്, ഈ ആണുങ്ങൾക്ക് അവരുടെ ഭാഗം ബാധിക്കാനായിട്ട് ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സംഗതി ഇതിൻ്റെ അകത്തില്ല സ്മാർത്ത വിചാരത്തിൽ. അത് അവരെ കുറ്റക്കാരാക്കുകയാണ്. അല്ല, ഞാൻ ഇടയ്ക്ക് ഈ ലോകത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ആരും അതിൻ്റെ പേരിൽ പ്രകോപിതരാവണ്ട. ലോകത്തിലെ എല്ലാ മതങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു മതത്തിലും വ്യഭിചാരമില്ലാത്തൊരു മതവും ഇല്ല. എല്ലാ മതക്കാരിലും ഇത് സംഭവിക്കുന്നു. ഇതിനേക്കാൾ വൃത്തികെട്ട സംഗതി മുഗൾ ഭരണത്തിലും ടിപ്പുവിൻ്റെയും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഹൈദരാലി മരിച്ചു പോകുമ്പോൾ ഹൈദരാലിയുടെ ഹാരം എന്ന് പറയില്ലേ, അന്തഃപുരത്തിലെ കുറെ വെപ്പാട്ടിമാര്, ഈ വെപ്പാട്ടിമാരെ മുഴുവൻ ടിപ്പു സ്വീകരിക്കുന്നുണ്ട്. എന്നാലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞതാണ്. ആരും ഖേദിക്കേണ്ട, ആരും അങ്ങനെ സന്തോഷിക്കുകയും വേണ്ട. കാരണം അങ്ങനെ സന്തോഷിക്കുകയാണെങ്കിൽ വേറെ കഥകളും നമുക്ക് പറയേണ്ടി വരും. അതെ, ഈ നൂറ്റാണ്ടിൽ 3 സ്മാർത്ത വിചാരമാണ് ഈ കൊച്ചിയിൽ നടന്നത്. 1903, 1905, 1918. 3 താത്രിമാർ സാവിത്രിമാരാണ്. 1905 നമ്മൾ താത്രിയുടെ
വിശദമായിട്ട് പറയുന്നത്. കാരണം 66 പേരുണ്ടല്ലോ. പക്ഷേ ഇതിനു മുമ്പ് ഈ താത്രി 1905 താത്രിയുടെ കഥയിൽ കുറേ കലാകാരന്മാരുള്ളത് കൊണ്ട് കാവുങ്ങൽ ശങ്കരപ്പണിക്കരെ പോലുള്ള അതെ കഥകളി നടന്മാരും പാട്ടുകാരും ഒക്കെ ഉള്ളത് കൊണ്ട് എം ജി ആർ കലാകാരനാണല്ലോ, വലിയ കലാകാരൻ. ഇങ്ങനൊരു മലയാളി തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. വേറൊരു സ്ഥലത്ത് പോയിട്ട് മുഖ്യമന്ത്രിയൊക്കെ ആവുന്ന ഇല്ലേ, ഒരു സ്ഥലം തന്നെ പിടിച്ചടക്കുന്ന തമിഴിൻ്റെ ഒരു ദുര്യോഗം അല്ലേ എം ജി ആർ. ഇപ്പോൾ കരുണാനിധി തെലുങ്കനായ കരുണാനിധി വന്ന് അവിടെ മുഖ്യമന്ത്രിയായിട്ട് കരുണാനിധിയുടെ മകനിപ്പോൾ തമിഴ് ഭാഷയ്ക്ക് വേണ്ടി മാതൃഭാഷ തമിഴാന്നും പറഞ്ഞ് നടക്കുന്നത്. അയാൾ തെലുങ്കനല്ലേ. എത്ര ചലച്ചിത്ര നടികൾ, ജയലളിത, ദ്രാവിഡ പാർട്ടിയുടെ തലപ്പത്ത് ബ്രാഹ്മണ സ്ത്രീ വന്നു. അതെ. അപ്പോൾ അങ്ങനെ മറ്റേ ജാനകി വൈക്കംകാരി, അതെ അതെ എൻ്റെ നാട്ടുകാരിയാണ്. അതെ. അപ്പോൾ എം ജി ആറിൻ്റെ ഭാര്യ. അപ്പോൾ ഈ 1903 ഈ എം ജി ആറിൻ്റെ അച്ഛൻ മേലക്കത്ത് ഗോപാലമേനോൻ, അദ്ദേഹവും ഈ സ്മാർത്ത വിചാരത്തിൽപ്പെട്ട് ഭ്രഷ്ടനായ ആളാണ്. എം ജി ആറിൻ്റെ അച്ഛൻ മേലക്കത്ത് ഗോപാലമേനോൻ, എം ഗോപാലമേനോൻ. അദ്ദേഹം ഒരു സ്മാർത്ത വിചാരത്തിൽപ്പെട്ട് ഭ്രഷ്ടനായി. പക്ഷെ അദ്ദേഹം ഭ്രഷ്ടനായതും ഈ 66 പേരുടെ കൂടെയാണ് എന്ന് പലർക്കും ധാരണയുണ്ട്. അത് ശരിയല്ല. ഒരു കലാകാര കുടുംബം എന്നുള്ള നിലയ്ക്ക് എം ജി ആറിൻ്റെ അത് ശരിയല്ല. അത് 1903 താത്രി സ്മാർത്ത വിചാരത്തിലാണ്. ഇത് സ്മാർത്തൻ എന്ന് പറഞ്ഞ ആളാണ് വിചാരണ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ സ്മാർത്ത വിചാരം എന്ന് പറയുന്നത്. ഈ 1900 വിചാരം എന്ന് പറഞ്ഞാൽ വിധി പറയലാണ്, വിധി ട്രയലാണ്. കാസ്റ്റ് ഇൻക്വിസിഷൻ എന്നാണ് പറയുന്നത്. വിചാരണ, ജാതി വിചാരണ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ പട്ടച്ചോമയാരത്ത് ജാതവേദൻ നമ്പൂതിരി എന്ന് പറഞ്ഞയാളാണ് 1905 താത്രിയെ വിചാരം ചെയ്യുന്നത്. മീമാംസാ പണ്ഡിതരെ സഹായിക്കാനുണ്ടാവും, ഒരു രാജപ്രതിനിധി വേണം ഈ കൂട്ടത്തിൽ. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമം. അപ്പോൾ 1903 സ്മാർത്ത വിചാരത്തിലാണ് എം ജി ആറിൻ്റെ അച്ഛൻ മേലക്കത്ത് ഗോപാലമേനോൻ പെട്ടത്. അത് നമുക്ക് ഈ 20ാം നൂറ്റാണ്ടിൽ 3 എണ്ണമാണ് നടന്നത്. 1918 അവസാനിച്ചു. ഈ 1903 20ാം നൂറ്റാണ്ടിലെ ആദ്യത്തത്. അതും കൂടി ഈ എം ജി ആറിൻ്റെ അച്ഛൻ്റെ കൂടി നമുക്ക് ഇന്ന് പറയാം. അത് ഈ 1918 സ്മാർത്ത വിചാരത്തിൽ പെട്ടയാളാണ് AMN ചാക്യാർ. അദ്ദേഹം അവസാനത്തെ സ്മാർത്ത വിചാരം എന്ന് അതിഗംഭീരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയത്. അത് മലയാളത്തിലേക്ക് ആദ്യമാക്കിക്കൊണ്ടിരുന്നത് വേണു ബാലകൃഷ്ണനാണ്. ഈ മലയാളം വാരികയിൽ ജോലി ചെയ്യുന്ന കാലത്ത്. നല്ല ഭാഷയാണ്. അപ്പോൾ ഈ AMN ചാക്യാർ തൃപ്പൂണിത്തുറക്കാരനാണ്. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായിരുന്നു. അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹത്തിന് ഞാൻ 1999 ഈ അവസാനത്തെ സ്മാർത്ത വിചാരത്തിൻ്റെ കഥ പറയാൻ വേണ്ടി അഭിമുഖം നടത്തുന്ന കാലത്ത് ഈ എം ജി ആറിൻ്റെ അച്ഛൻ്റെ കാര്യവും ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട് നല്ലേപ്പുള്ളി മേലക്കത്ത് ഗോപാലമേനോൻ, ഇതാണ് എം ജി ആറിൻ്റെ അച്ഛൻ. അദ്ദേഹം കോടതി ജീവനക്കാരനായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ ഈ ആമീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ജീവനക്കാരനായിരുന്നു. ജഡ്ജി എന്നൊക്കെ പല ആളുകളും പറയുന്നത് ശരിയല്ല. അപ്പോൾ ഒരു നമ്പൂതിരി വിധവ ആയിരുന്നു അതിലെ കഥാപാത്രം. സാധനം, ഒരു നമ്പൂതിരി എന്നാണല്ലോ വിചാരണ ചെയ്യപ്പെടുന്ന ആളുടെ വിളിപ്പേര്. അതെ. അപ്പോൾ അദ്ദേഹം അന്ന് വിവാഹിതനാണ്. അപ്പോൾ പിന്നീട് പാലക്കാട്ടെ ഒരു പിന്നാക്ക സമുദായത്തിൽ നിന്ന് അദ്ദേഹം വിവാഹം ചെയ്യുന്നുണ്ട് ഈ സ്മാർത്ത വിചാരത്തിൽ ഭ്രഷ്ടനായ ശേഷം. പിന്നെ സിലോണിൽ പോകുന്നുണ്ട്. സിലോണിൽ തോട്ടത്തിൽ ആണ് ജീവിക്കുന്നത് ഗോപാലമേനോനും ഭാര്യയും. തോട്ടത്തിൻ്റെ ഈ ലായം എന്ന് പറയില്ലേ, ലയം തേയിലത്തോട്ടത്തിലൊക്കെ അങ്ങനത്തെ ഒരു വീട്ടിൽ താമസിച്ചിട്ടാണ് ഈ എം ജി ആറിൻ്റെ കുട്ടിക്കാലമൊക്കെ അങ്ങനെയാണ്. 2 മക്കൾ ജനിച്ച ശേഷം ഈ ഗോപാലമേനോൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഈ വിധവയായ സത്യഭാമ ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വീണ്ടും ഇന്ത്യയിലേക്ക് വരികയാണ്. എം ജി ആറും മൂത്ത ജ്യേഷ്ഠൻ ചക്രപാണി. അങ്ങനെ ഇടയ്ക്കൊരു പെൺകുട്ടി ഉണ്ടായതും മരിച്ചുപോയി. അങ്ങനെ 2 ആൺകുട്ടികളുമായിട്ടാണ് വരുന്നത്. അവർ വലിയ പഠിപ്പൊന്നുമില്ലാതെ നാടക സംഘങ്ങളിൽ
ചേർന്നിട്ടാണ് വലിയ നടന്മാരും ഒക്കെ ആയിത്തീരുന്നത്. അങ്ങനെ അപ്പോൾ ഈ അവസാനത്തെ സ്മാർത്ത വിചാരത്തിൽ എംജിആറിൻ്റെ പേര് ചാക്യാർ പറഞ്ഞിട്ടില്ല. അതിലൊരാൾ വലിയ സിനിമാ നടനും രാജ്യഭരണാധികാരിയുമായി. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എംജിആറിനെ പറ്റി അല്ലേ ഉദ്ദേശിച്ചതെന്നൊക്കെ ചോദിച്ച് ഞാൻ 1999 അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മേലക്കത്ത് ഗോപാലമേനോൻ ഇരിങ്ങാലക്കുട വട്ടപ്പറമ്പിൽ മീനാക്ഷി അമ്മയെ വിവാഹം ചെയ്തിരുന്നു ഭ്രഷ്ടന് മുമ്പ്. അതിൽ 2 പെൺമക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സ്മാർത്ത വിചാരത്തിൽ ഭ്രഷ്ടനായ ശേഷമാണ് പാലക്കാട് പോകുന്നത്. ഈ കുന്നംകുളത്തിൽ അടുത്ത ഒരു ഇല്ലത്തെ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ പിന്നീട് ഇത് മലയാള മനോരമയുടെ ഫയലെടുത്ത് നോക്കി. കുന്നംകുളങ്ങര എന്നാണ് മലയാള മനോരമയിലെ വാർത്തയിലുള്ളത്. ആ വാർത്ത ഞാൻ പറയാം. കുന്നംകുളങ്ങര എന്ന് പറയുന്നത് കൂർക്കഞ്ചേരിക്കടുത്ത് തൃശ്ശൂരിൽ നിന്ന് 31 വാർഡ് നിൽക്കുന്ന ആ സ്ഥലമാണ്. കുന്നംകുളങ്ങര എന്ന് പറയുന്നതും കുന്നംകുളം എന്ന് ഇതിനെ പറ്റി അറിവില്ലാത്ത കുന്നംകുളം വേറെ സ്ഥലമാണ്. അത് തെറ്റിദ്ധരിച്ച് പിന്നെ കുന്നംകുളം എന്ന് പലരും പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. വാർത്തയിൽ കുന്നംകുളങ്ങര എന്നാണ് ഉള്ളത്. അവിടുത്തെ ഒരു ഇല്ലത്തിലുള്ളവരാണ്. അതിൽ 1903 നടന്ന സ്മാർത്ത വിചാരത്തിൽ 15 പേർ ആണ് ഉണ്ടായിരുന്നത്. അതിലാണ് മേലക്കത്ത് ഗോപാലമേനോൻ ഒരാൾ, അച്ഛൻ. നമ്പൂതിരി മുതൽ ബാർബർ വരെ ആ കൂട്ടത്തിലും വന്നിട്ടുണ്ട്. 15+1 ആ വിധവ 16 പേരെ ഭ്രഷ്ടരാക്കി സമുദായത്തിൽ നിന്ന്. ഭ്രഷ്ടരായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കരുത്, കൊച്ചി രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല, അമ്പലങ്ങളിൽ പോകാൻ പാടില്ല, തൊഴുക ഇങ്ങനത്തെ പരിപാടികളൊന്നും പറ്റില്ല. അപ്പം മലയാള മനോരമ 1903 ജൂൺ 27 ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഫയലിൽ നോക്കി. അപ്പോൾ കൂർക്കഞ്ചേരിക്കടുത്ത് ആ കുന്നംകുളങ്ങരയാണ് ഈ സംഭവം. അപ്പോൾ ഇവരെ ഭ്രഷ്ടാക്കിയിട്ട് തൃപ്പൂണിത്തുറയിൽ വെച്ച് തന്നെയാണ് വിചാരണ നടക്കുന്നത്. അവിടെ നമ്മുടെ ഇപ്പോൾ ഡിസ്പെൻസറി നിൽക്കുന്ന ആ കെട്ടിടം. ചാലക്കുടിയിലേക്ക് ഭടന്മാർ ഇവരെ കൊണ്ടുപോവുക. ഈ കൈകൊട്ടിയിട്ടാണ് പുറത്താക്കുമ്പോൾ ആ വിചാരണ കഴിഞ്ഞിട്ട് പുറത്താക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ കൈകൊട്ടുന്നു എല്ലാവരും കൂടി ചേർന്ന്. എന്നിട്ട് ഭടന്മാർ ചാലക്കുടി പുഴയുടെ തീരത്ത് ഒരു ഏകാന്തവാസത്തിന് കൊണ്ടുപോവാണ്. അത് ഈ കേസുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ചാലക്കുടി പുഴ ഒക്കെ ഇതിൽ കഥാപാത്രം. അടുത്ത കാലത്ത് ഏതോ ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് ചാലക്കുടി പുഴയുടെ തീരത്ത് സ്മാർത്ത വിചാരം നടത്തി എന്ന് പറയുന്ന നടത്തിയ സാധനത്തെ കൊണ്ടുവന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കൊണ്ട് താമസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആ കടവിലാണെന്നും പറഞ്ഞൊരു പുസ്തകം നദിയിലൊഴുക്കി പ്രകാശനം നടത്തിയിരുന്നു. കൊള്ളാം. അപ്പോൾ അവിടെ ഈ ചാലക്കുടിയിലായിരുന്നു ഇത് സ്ഥിരം സ്ഥലമായിരുന്നു. അപ്പോൾ ആ 16 പേരിൽ ഒരാൾക്കും സ്വന്തം ഭാഗം ബാധിക്കാനായില്ല. പിന്നെ രാജാവ് പലപ്പോഴും ഇതിൽ ഭാഗഭാക്കൊക്കെ ആയിരുന്നു ഈ വിചാരണകളിലുമൊക്കെ. ഈ ക്ഷേത്രക്കുളം ഇതൊന്നും ഈ ഭ്രഷ്ടന്മാർ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനോരമയുടെ വാർത്തയിൽ പറയുകയാണേ, ചാലക്കുടി പുഴയോരത്ത് ഏകാന്തവാസത്തിലായിരുന്നു, 16 പേരാണ്, ക്ഷേത്രത്തിലും ക്ഷേത്രക്കുളം ഇതൊന്നും പറ്റില്ല. ഇതിൽ പുരുഷന്മാരുടെ വാദങ്ങളൊന്നും കേട്ടില്ല. ക്രിട്ടിസൈസ് ചെയ്യുക മനോരമ ലേഖകൻ അന്ന് ഈ പ്രോസസ്സിനെ. അത് വലിയ ജനാധിപത്യപരമായിട്ട് എനിക്ക് തോന്നി. ഇതിൽ വാദങ്ങൾ കേട്ടില്ല, ഇത് ഖേദകരമാണ്. വാർത്തയിൽ പറഞ്ഞിരിക്കുക രാജാവുള്ള കാലത്തും ഇത് ഖേദകരമാണ്. കാരണം ഈ സാധനം പലരുടെയും പേര് പക കൊണ്ട് പറഞ്ഞിരിക്കാം. പലരും ശത്രുക്കളുടെ പേര് ഇവരെ സ്വാധീനിച്ച് പറയിപ്പിച്ചിരിക്കാം. ശരിയാണ്, അതിനുള്ള സാധ്യതകളുണ്ട്. അതെ, പറയിപ്പിച്ചിരിക്കാം, ആരെങ്കിലും പ്രേരിപ്പിച്ചിരിക്കാം. നമ്പൂതിരിമാർ മുതൽ ബാർബർമാർ വരെ ഉണ്ട്, വിവാഹിതരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവരിൽ ചിലർ മാപ്പർഹിക്കുന്നുണ്ടാകാം. വാർത്തയിൽ പറയുക മാപ്പർഹിക്കുന്നുണ്ടാകാം. അവർക്ക് ഭാര്യ കുട്ടികൾ ഒക്കെ ഉണ്ടാകാം. ഹിന്ദു സമൂഹത്തിൽ നിന്ന് അവർ ഭ്രഷ്ടരാവുകയാണ്.
പല തീരുമാനങ്ങളും ഇതിൽ സംശയാസ്പദമാണ്. വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു. കൊള്ളാലോ, അന്നത്തെ മനോരമ ലേഖകൻ ആള് കൊള്ളാലോ. അതെ, ലേഖകൻ എഴുതിയാലും അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച പത്രാധിപരെ കൂടെ അംഗീകരിക്കേണ്ടതാണ്. അത് അന്നത്തെ മനോരമയാണ്. അതെ, ഇന്ന് ചിലപ്പോൾ ഇങ്ങനെ ആകണമെന്നില്ല. ഇല്ല. അപ്പോൾ ഗോപാലമേനോൻ പാലക്കാട് നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള വടവന്നൂര് മരുദൂർ, ചിറ്റൂർ താലൂക്കിലാണ്. മരുദൂരിൽ നിന്നാണ് സത്യഭാമയെ വിവാഹം ചെയ്തത്. പിൽക്കാലത്ത് MGR ആ സ്ഥലത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുഖ്യമന്ത്രിയായ ശേഷവും കുറച്ചത് പരിഷ്കരിക്കാനുള്ള പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ലങ്കയിൽ തേയിലത്തോട്ടത്തിൽ ഇവർ ഭ്രഷ്ടരായല്ലോ. ലങ്കയിൽ തേയിലത്തോട്ടത്തിൽ പോയി അവർ രണ്ടുപേരും ജീവിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം എറിക് ബാർണോ ഒരു അഭിമുഖം നടത്തി MGRമായിട്ട്. എറിക് ബാർണോ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ 1961 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഡ്രമാറ്റിക് ആർട്സ് പ്രൊഫസറായിരുന്നു, എമറിറ്റസ് പ്രൊഫസറായിരുന്നു. ഈ അഭിനയമൊക്കെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം MGRനെ വന്ന് 1961 കണ്ടിട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ മീഡിയ മാരത്തോൺ എന്ന് പറഞ്ഞ പുസ്തകം, അതിൽ ഇദ്ദേഹം സ്കൂൾ പ്രിൻസിപ്പലായിരുന്നു മേലക്കത്ത് ഗോപാലമേനോൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത്ര ശരിയാകണമെന്നില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ആ തോട്ടം, അവിടെ അന്ന് വലിയ സ്കൂളുകളോ ചെറിയ കുടിപ്പള്ളി കൂടെ ആയിരിക്കും. അതെ, നവാബ് പട്ടായ എന്ന് പറയുന്ന സ്ഥലമാണ്, ഒരു കുഗ്രാമമാണ്. അവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ തോട്ടം തൊഴിലാളി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ പ്രാഥമിക സ്കൂളോ അതിൻ്റെ മേൽനോട്ടക്കാരനോ മറ്റോ ആയിരുന്നിരിക്കാം. പറഞ്ഞു വരുമ്പോൾ പ്രിൻസിപ്പൾ എന്നാവും. അതെ, പറയുമ്പോൾ അങ്ങനെ ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ MGRന് 2 വയസ്സുള്ളപ്പോൾ ആണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. MGR തേയിലത്തോട്ടത്തിൽ ലായത്തിലാണ് ജനിക്കുന്നത്. നവാൽപിറ്റിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ തേയിലത്തോട്ടം. കാൻഡിയിൽ നിന്നും 38 കിലോമീറ്റർ, കൊളംബോയിൽ നിന്നും 112 കിലോമീറ്റർ, ഇത്രയും ദൂരമുള്ള സ്ഥലമാണ്. ചക്രപാണി മൂത്തത്, ഇടയ്ക്ക് മകളുണ്ടായിരുന്നത് മരിച്ചുപോയി. MGR ആ കാലത്ത് വലിയ മുരുക ഭക്തനായിരുന്നു. അമ്മ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തയായിരുന്നു. MGRനെ അമ്മ കുഞ്ഞായ MGRനെ മുടിക്കാലൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് മുടി വളരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മുടിക്കാലൻ എന്നാണ് വിളിച്ചിരുന്നത്. ആദ്യ ഭാര്യ മീനാക്ഷി അമ്മയെ, ഈ സിലോണിൽ നിന്ന് ഈ ഭർത്താവ് മരിച്ച ശേഷം ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ ഇരിങ്ങാലക്കുടയിൽ എന്തെങ്കിലും സഹായം മേനോൻ്റെ ആദ്യ ഭാര്യയിൽ വട്ടപ്പറമ്പിൽ മീനാക്ഷി അമ്മയെ വന്ന് കാണുന്നുണ്ട്. അവരെ ആട്ടി ഓടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഈ ബന്ധുത്വം ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, മാത്രമല്ല സ്വീകരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഭ്രഷ്ട് കൽപ്പിച്ച കുടുംബമാണ്. രാജാക്കന്മാരൊക്കെ അപ്പോഴും വാഴുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മീനാക്ഷിയുടെ മക്കളുടെ പേരായിട്ട് കനകലക്ഷ്മി, സുമിത്ര എന്നൊക്കെ വന്നിരുന്നു. പക്ഷെ പിന്നീട് ഒരു അമ്മുവും മകനുമാണ് അവർക്കുണ്ടായിരുന്നത് എന്നും ഒരു സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. ഒരു മകനും മകളുമാണെന്ന്. പരമേശ്വര മേനോൻ പാപ്പി അമ്മ എന്നാണ് അവരുടെ പേര്. ഇന്ന് അവരുടെ ലൈനേജ് ഒരു ഓൺസൈറ്റിൽ പറയുന്നിടത്ത് ഞാൻ വായിച്ചു. പാപ്പി അമ്മ, പരമേശ്വര മേനോൻ, അവർ 11 മക്കളായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ സത്യഭാമ MGRൻ്റെ അമ്മ സിലോൺ വിട്ടിട്ട് ബർമ്മയിലേക്ക് ആദ്യം പോകുന്നുണ്ട്. അവിടെ ജോലിയൊന്നും ശരിപ്പെട്ട് വരാത്തത് കൊണ്ട് ഈറോഡിലേക്ക് പിന്നീട് വരുന്നു. ഈറോഡിൽ അവരുടെ ഒരു സഹോദരൻ അവരെ സഹായിക്കുന്നുണ്ട്. കുംഭകോണത്ത് ഈ വീട്ടുവേലയ്ക്കൊക്കെ ആയിട്ട് പല വീടുകളിലൊക്കെ പോകുന്നുണ്ട് സത്യഭാമ. 1919-20 കാലത്താണ് അങ്ങനെ ബാല്യക്കാരിയൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. ചക്രപാണിക്ക് 9 വയസ്സ്, MGRന് 3 വയസ്സ്. MGR നാടക കമ്പനിയിൽ ചേർന്നു. മധുരൈ ഒറിജിനൽ ബോയ്സ് കമ്പനി, നാടക കമ്പനിയുടെ പേര്. മധുരൈ ഒറിജിനൽ ബോയ്സ് കമ്പനി വലിയ നാടക കമ്പനിയാണ്. അത് SM സച്ചിദാനന്ദ പിള്ള നടത്തുന്ന കമ്പനിയാണ്. അവിടെ ഈ 7 വയസ്സ് മുതൽ MGR അഭിനയിക്കുക നാടകങ്ങളിൽ. ഭക്ഷണം, വസ്ത്രം, ആഴ്ചയിൽ 25 പൈസ കിട്ടും. ഈ 25 പൈസ കൊണ്ട് ഒരു ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല.
കാരണം ഭക്ഷണം വസ്ത്രം കിട്ടുന്നുണ്ടല്ലോ. ഈ പൈസ മിച്ചമാണ്. ഇന്ന് MGR പറഞ്ഞിട്ടുണ്ട് 25 പൈസ മിച്ചമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 വയസ്സിൽ കോളറ വന്ന് ഈ നാടക സംഘത്തിൽ പോകാതെ വന്നപ്പോൾ, കാരണം വീട്ടിലേക്കുള്ള ചിലവൊക്കെ ഈ കുട്ടികൾ അഭിനയിക്കുന്നതുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. കുടുംബം വല്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. 19ാമത്തെ വയസ്സിൽ ഈ നാടകത്തിൽ അഭിനയിച്ച് നടന്നിരുന്ന MGR പഠിക്കാതെയൊക്കെ എല്ലിസ് ഡങ്കൻ്റെ സതി ലീലാവതി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പോലീസുകാരൻ്റെ ചെറിയ റോളിൽ ആണ് സിനിമയിലേക്ക് കയറുന്നത്. 1941 MK ത്യാഗരാജ ഭാഗവതരുടെ ഈ അശോക് കുമാർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു എക്സ്ട്രാ നടനായിട്ടാണ് കുറച്ച് സമയം വെള്ളിത്തിരയിലെ അരങ്ങേറ്റം. അപ്പോൾ കുറിയേടത്ത് താത്രിയുടെ കഥയിൽ കുറിയേടത്ത് താത്രി ആഗ്രഹിച്ചു തന്നെ 28 പേരെ ആകർഷിച്ചു കൊണ്ടിരുന്നുണ്ടല്ലോ. അതിൽ ഈ കാവുങ്ങൽ ശങ്കരൻകുട്ടി പണിക്കർ കഥകളി നടൻ, അദ്ദേഹം കീചക വേഷത്തിൽ കൂടെ ചെയ്യിക്കണം എന്നാണ് താത്രി ആഗ്രഹിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. കീചകന്റെ വേഷം കെട്ടിയിട്ട് അത് അദ്ദേഹത്തിന്റെ വലിയ വേഷം ആണെന്നറിയപ്പെടുന്ന വേഷമാണ്. ഓരോരുത്തർക്കും ഓരോ വേഷം ഉണ്ടല്ലോ. ഇപ്പോൾ ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ ഇന്ന വേഷം എന്നൊക്കെ പറഞ്ഞാൽ ചില സ്ത്രീ വേഷമല്ലേ കെട്ടുക. അപ്പം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കീചക വേഷം വളരെ പ്രശസ്തമാണ്. അപ്പം ആ വേഷത്തിൽ ഇവർക്ക് കാണണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കഥകളിൽ. അപ്പോൾ കാവുങ്ങൽ ശങ്കരപ്പണിക്കർ ആ വേഷം. കാട്ടാളത്ത് നാരായണൻ നായർ, നമ്മളൊരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞ ദിവസം, അദ്ദേഹവും കഥകളി നടനാണ്. പനങ്കാവിൽ ഗോവിന്ദൻ നമ്പ്യാർ കഥകളിയാണ്. റാണത്ത് അച്യുത പൊതുവാൾ കഥകളിയാണ്. അങ്ങനെ ഇവർക്കൊക്കെ വേദിയും നാടും വിടേണ്ടി വന്നു ഭ്രഷ്ടരായിട്ട്. താത്രിയുടെ കഥയിൽ കഥകളി പദം പാടിയിരുന്ന കുഞ്ഞിരാമൻ നമ്പീശൻ കാശിയിലേക്ക് പോയി താത്രിയുടെ വിചാരത്തിന് ശേഷം. ഈ കാവുങ്ങൽ ശങ്കരൻകുട്ടി പണിക്കർ ഈ ഭ്രഷ്ടായ ശേഷം 30 കൊല്ലം കഴിഞ്ഞ് 1905 30 കൊല്ലം എന്ന് പറയുമ്പോൾ 1938 ആ സമയത്ത് 35 ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജ് രജത ജൂബിലിക്ക് ഒരു കഥകളി നടൻ്റെ വേഷമിടാനായിട്ട് തയ്യാറായി. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെ അക്കമ്പനിമെന്റ്സ് വേണ്ടേ പാടാനും പക്കമേളത്തിനും ഒക്കെ, അവർ ചെല്ലാൻ വിസമ്മതിച്ചു. അപ്പോഴും ഈ ഭ്രഷ്ടൻ്റെ മുറിവുകൾ അടങ്ങിയിരുന്നില്ല. അദ്ദേഹം അകമ്പടിക്കാരെ നിരസിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ. പിന്നെ ഈ 1905 താത്രിയെ വിചാരണ ചെയ്യുമ്പോൾ 66 പേരെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് 64 എന്നെല്ലാവരും പറയുന്നത് കേൾക്കാം. അത് ശരിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 66 2 പേര് വിചാരണ തുടങ്ങുമ്പോൾ മരിച്ചിരുന്നു. അതുകൊണ്ട് 64 പേരുടെ കാര്യമാണ്. ഇവരുടെ കാര്യവും പറയുന്നുണ്ട്. കാരണം ഭ്രഷ്ടാക്കേണ്ട കാര്യമില്ല, മരിച്ചുപോയല്ലോ, ദൈവം നേരത്തെ ഭ്രഷ്ടാക്കിയതാണ്. അത് 2 പേര് തോന്നല്ലൂർ കൃഷ്ണവാര്യർ, ഗുരുവായൂർ ഞാറക്കാട്ട് അച്ചു പിഷാരടി. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പിഷാരടി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും നമ്മൾ ഈ സ്മാർത്ഥ വിചാരത്തിൻ്റെ കഥ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വാഭാവികമായും ആളുകൾക്ക് തോന്നുന്നൊരു സംശയം, സ്മാർത്ഥത്തിന് ശേഷം സാധനമെന്ന് വിധി കൽപ്പിക്കപ്പെട്ട താത്രിമാർ, 3 താത്രിമാരുണ്ടല്ലോ, അവരെങ്ങനെ ജീവിച്ചു, അവരുടെ പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായും അറിയാനുള്ള കൗതുകം ഉണ്ടാവും. അതേക്കുറിച്ചാവാം നമുക്ക് അടുത്ത പ്രാവശ്യം. അത് ചിലപ്പോൾ അത് ഒരു വാചകം പറയാം. അല്ല, ഇപ്പോൾ പറയണ്ട, അടുത്ത എപ്പിസോഡിൽ പറഞ്ഞാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.